എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കുറ്റിപ്പുറം എക്സൈസ് നടത്തിയ പരിശോധനയിൽ ആദവനാട് മാട്ടുമ്മൽ പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1-ാം തീയതി ഡ്രൈഡേ ദിനത്തിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശമദ്യവും ബിയറും പിടികൂടി. 2 കേസുകളിലായി ഏകദേശം 70ഓളം മദ്യക്കുപ്പികളാണ് കണ്ടെത്തിയത്. മാട്ടുമ്മൽ പ്ലാവിൻചുവട് ദേശത്ത് നിന്നും ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിൽ ആന്തൂർ വളപ്പിൽ കൃഷ്ണൻ മകൻ രാജേഷ് താമസിച്ചു വരുന്ന വീടിനോട് ചേർന്ന വിറകുപുരയിൽ നിന്നും മാട്ടുമ്മൽ മുണ്ടൻകോട്ടുചിറ റോഡിൽ തിരുനാവായ വില്ലേജ് വൈരങ്കോട് ദേശത്ത് തൊട്ടിയിൽ കുമാരൻ മകൻ വിജയകുമാർ താമസിക്കുന്ന വീട്ടിൽ നിന്നുമായാണ് വിവിധ ബ്രാൻഡുകളിലുള്ള മദ്യം കണ്ടെടുത്തത്. ഇവർ 2 പേരും മുൻപും സമാനമായ കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഇതിൽ ആന്തൂർ വളപ്പിൽ രാജേഷ് മാട്ടുമ്മലിലും പരിസര പ്രദേശത്തും വാഹനങ്ങളിൽ കൊണ്ടുനടന്ന് വ്യാപകമായി മദ്യവിൽപ്പന നടത്തുന്ന വ്യക്തിയാണ്. യുവാക്കളടക്കമുള്ള നിരവധി കുടുംബനാഥന്മാർ ഇയാളുടെ ഉപഭോക്താക്കളായിട്ടുണ്ട്. നീണ്ട ഇടവേളകളിൽ മാത്രം മദ്യം ഉപയോഗിച്ചിരുന്ന പലരും ഒരു പ്രയാസവുമില്ലാതെ വീട്ടുമുറ്റത്ത് ഇയാൾ സാധനം എത്തിക്കുന്നത് കാരണം നിത്യമദ്യപാനികളായി മാറിയെന്നും ഇത് മാട്ടുമ്മൽ പ്രദേശത്തെ സമാധാന ജീവിതത്തിനടക്കം തടസ്സം വരുത്തുന്നതായും പ്രദേശത്തെ പല വീടുകളിലും നിരന്തരം വഴക്കുകൾ സൃഷ്ടിക്കപ്പെടുന്നതായും കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറയുന്നു. കുറ്റിപ്പുറം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എ മുരുകദാസിന്റെ നേതൃത്വത്തിലുള്ള കുറ്റിപ്പുറം എക്സൈസ് സംഘമാണ് പരിശോധനകൾ നടത്തിയത്. ഇൻസ്പെക്ടർക്ക് പുറമെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രകേഷ്, പ്രിവന്റീവ് ഓഫീസർ പ്രമോദ്, രജിത, കമ്മുക്കുട്ടി, സാഗീഷ്, ഗണേഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. 2 കേസുകളിലെയും പ്രതികളായ രാജേഷിനെയും വിജയകുമാറിനെയും തിരൂർ കോടതി 14 ദിവസത്തേക്ക് തിരൂർ സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.